കണ്ണൂർ. കലോത്സവ നഗരിയിൽ കലോത്സവ പ്രതിഭകളെല്ലാം അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും പ്രസാദ് കാളിദാസിനും രേണുക രാജേന്ദ്രനും ചേരുന്നുണ്ട്. കാളിദാസ്, എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികളെല്ലാം അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്? കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഒന്നാമത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ രണ്ടാമത്തെ ദിവസം ഗംഭീരമായിരുന്നു ഈ സമയം വരെ. ഇനിയും കുറെ മത്സരങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ മാർഗം കളിക്കാരാണുള്ളത്. അവർ കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവരുടെ വിശേഷങ്ങൾ അറിയാന്നുള്ളതാണ്. അപ്പം എവിടുന്നാ മക്കളെ? കണ്ണൂര് കപ്പടിക്കുവോ? ചാൻസ് ഉണ്ടെന്നല്ല, ഉറപ്പിക്കണം. കണ്ണൂർ. അപ്പൊ ആ സ്വർണ്ണക്കപ്പ് കണ്ണൂരിൽ നിന്നാണ് വന്നത്. അപ്പൊ കണ്ണൂരിലേക്ക് സ്വർണ്ണക്കപ്പം കൊണ്ടുപോകും. വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? ദേശഭക്തി ഗാനം, മാർഗം കളി, സ്കിറ്റ്, മലയാളം സ്കിറ്റ് ഉണ്ട്, ഇംഗ്ലീഷ് സ്കിറ്റ് ഉണ്ട്, നാടകം, മാർഗംകളി അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് സോങ്, വൃന്ദവാദ്യം, പിന്നെ സിംഗിൾ ഐറ്റംസും ഉണ്ട്. ഇതിപ്പോ എത്ര എണ്ണം ഉണ്ട്? അതെ, എത്ര എണ്ണം ഉണ്ട് ശരിക്കും? എണ്ണം ഒരു 12 എണ്ണം. 48 പേരാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ വരുന്നത്. സെന്റ് മേരീസ് SSS എഡൂർ. ഞാൻ ബിയാട്രിസ് തോമസ്. റോസ്ബെല്ല വിനോ. ജിയ ജിതേഷ്. ജിയ തെരേസ്. ഡിയ മരിയ. അൽന തോമസ്. അതെ, കുറച്ച് പറയാൻ പ്രയാസമാണ് എന്തായാലും, ഇല്ലേ? അതെ അതെ. ഒരു ചോദ്യമേ, മാർഗം കളി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അതെ, ഞാൻ ആ ചോദ്യത്തിലോട്ടായിരുന്നു. അതെ, ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് തിരഞ്ഞെടുത്തതാണോ അതോ ആഗ്രഹം, ഇഷ്ടം? കളിച്ചിട്ടുണ്ട്. സാധാരണ പൊതുവെ മാർഗം കളി എന്ന് പറയുമ്പോൾ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കളിക്കുന്ന ഒരു കളിയാണ് എന്ന് പറയും. അതെ, പൊതുവെ ഒരു പേരുണ്ട് മാർഗം കളിക്ക്. പള്ളിയിലൊക്കെ അപ്പൊ അതിന്റെ എക്സ്പീരിയൻസിലാണ് മാർഗം കളിയിൽ തകർക്കാൻ. വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതെ. അപ്പൊ ഇനി ബാക്കിയുള്ള ഇനങ്ങൾ ഇനി എത്ര എണ്ണം കഴിഞ്ഞു? ഇപ്പൊ ഇതുവരെ ഇപ്പം 4 എണ്ണം കഴിഞ്ഞു. 4 എണ്ണത്തിന് എ ഗ്രേഡ് ഉണ്ട്. ദേശഭക്തി ഗാനം, ഗ്രൂപ്പ് സോങ്, പിന്നെ മാർഗംകളി, വേറെ പ്രസംഗം, സ്കിറ്റ് ഉണ്ട്, ഇംഗ്ലീഷും മലയാളവും ഉണ്ട്, പിന്നെ വൃന്ദവാദ്യം ഉണ്ട്, സിംഗിൾ വയലിൻ ഉണ്ട്. അല്ലല്ല, വൃന്ദവാദ്യത്തിൽ തന്നെയുള്ളവരാണ്. അങ്ങനെ ആ ഐറ്റങ്ങളിലൊക്കെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെയാണ്? അല്ലല്ല, കുറെ പേര് പലരുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിന് ഇനി മത്സരങ്ങളില്ല? ഇല്ല. ഇനി നിങ്ങളുടെ സ്കൂളിലുള്ള ഇന്നലെ ദേശഭക്തിയും ഗ്രൂപ്പ് സോങ്ങും കഴിഞ്ഞിരുന്നു. അതിനകത്ത് ഞാനുണ്ടായിരുന്നു. ദേശഭക്തി ഗാനത്തിന് എ ഗ്രേഡ് കിട്ടി. അല്ല, എല്ലാം കിട്ടിയത് പങ്കെടുത്തതിനൊക്കെ എ ഗ്രേഡ് ആണ്? അതെ അതെ. എത്രാം ക്ലാസ്സിൽ എല്ലാവരും? ഞങ്ങളെല്ലാം +1. എല്ലാവരും +1. ഒരു വർഷം കൂടെ ഉണ്ട്. +2 ആയതുകൊണ്ട് ഇനി അടുത്ത കൊല്ലം ഈ ഇവന്റുകളൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? പഠിത്തത്തിലോട്ട് ഫോക്കസ് ഇല്ല, അങ്ങനെ നോക്കുന്നേ ഇല്ല. അതാണ് അതെ. എല്ലാരും കഴിച്ചിരുന്നു ആദ്യം. അതുകൊണ്ടാണ് കുട്ടികൾ പറഞ്ഞത് കളിക്കാൻ ഒരു എനർജി. ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരാണ്. ഫുഡ് കഴിക്കാത്തത് പായസം കഴിഞ്ഞാണ്. പഴയടത്തിന്റെ പായസം, ചക്കപ്പായസം. ഇന്ന് എന്ത് പായസമാണെന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു. കളക്ടർ ചക്കപ്പായസം, ഇന്നലെ ചക്കപ്പായസം അവസാനത്തെ റൗണ്ടും കളക്ടർ സാറാണ് കുടിച്ചു തീർത്തത്. ഇന്നും ആ പായസം ഉണ്ടാവുമെന്നറിയില്ല, പോയി നോക്ക്. ഞങ്ങൾ നോക്കിയായിരുന്നു, കിട്ടിയില്ല. അപ്പൊ കുട്ടികൾക്ക് എന്തായാലും സ്പെഷ്യലായിട്ട് പായസം അവിടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഓൾ ദി ബെസ്റ്റ് ബാക്കിയുള്ള മത്സരങ്ങൾ. ഓക്കെ, കണ്ണൂരേക്ക് കപ്പ് കൊണ്ടുപോവാം. അപ്പം കണ്ണൂരിൽ നിന്ന് കുട്ടികളുടെ വിശേഷമാണ് നമ്മൾ. ഇനിയുണ്ട്, കുറെ കുട്ടികളുണ്ട്. ഇനിയും കുറെ പേര് വരാനുണ്ട്. ഇനി അടുത്ത് വരാം. അടുത്ത ടീം ആരാ? അടുത്തത് ആരും വരാം. അവിടെ ഒരു മണവാളൻ ഒരുങ്ങി നിൽപ്പുണ്ട്. അതെ. വട്ടപ്പാട്ടാണോ? വട്ടപ്പാട്ടാണ്. മണവാളന്റെ ചിരി, അതുകൊണ്ടാണ് മണവാളനായിട്ട്. ആദ്യം മോന്റെ പേരെന്ന് പറഞ്ഞു? ലാഷിക്. എവിടുന്നാ? കൊയിലാണ്ടി. കോഴിക്കോടാണോ എല്ലാരും? കോഴിക്കോട് കൊയിലാണ്ടി. ഓക്കെ. അപ്പം രേണുക ചോദിക്കേ, ആർക്ക് കപ്പ് കിട്ടും ചോദിക്കുക. കോഴിക്കോടിന് കപ്പ് കിട്ടുമെന്ന് ചോദിക്കുക. റിസൾട്ട് വന്നോ? നിങ്ങളുടെ റിസൾട്ട് വന്നു? പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു നിഗമനത്തിൽ കപ്പ് കൊണ്ടുപോകും? എ ഗ്രേഡ് എടുക്കും? എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലൊരു പെർഫോമൻസ്? ടഫായിരുന്നോ? കോമ്പറ്റീഷൻ ടഫാണ്. ബട്ട് നല്ല കളിച്ച് തകർത്ത്. നമുക്കപ്പോ ആ കളി ഒന്ന് നമുക്ക് ഉണ്ടാലോ? ആ കളി നമുക്കൊന്ന് കാണണം. ഓക്കെ, കാണാം. അപ്പൊ ഇതിൽ ആരാ പാടുന്നവരാ? യെസ്, നിന്നോ.
ഒലിമുയങ്ങിടും മതിയിൻ മധുരം ഒളിവ് പാകിടും വജിഹിൻ നദരം സരിഗരിസ പാപമകരിസ ഉലകത്തിൽ തെളിശോഭ പാകിയാദരർപ്പതി മർത്തബയിൽ മുത്തിരത്നമല്ല മീനവർ നൽകിടും അരിശിൻ തണലിൽ ഒലിമുയങ്ങിടും മതിയിൻ മധുരം അതെ അതെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് കപ്പ് തൃശ്ശൂരി നനക്കുമെന്ന് തോന്നുന്നു അതെ, ഇത്തവണ. നനക്കും, നനക്കും, കാരണം നല്ല എനർജി അല്ലേ കോഴിക്കോട് കൊണ്ടുപോകുമ്പോളേ എന്തായാലും കൊണ്ടുപോകും. കോഴിക്കോടെ എല്ലാ കാണാം ഓഫീസിലും ഒരേ ചിരി ഒരേ ചിരി ഒരേപോലെ എല്ലാവരും ചിരിക്കുന്നു. പുയ്യാപ്പിള ചിരി ഒന്ന് മുന്നിട്ട് നിൽക്കുന്നോണ്ടാണ് അവനെ പുയ്യാപ്പിളയാക്കിയത്. അതെ. അല്ലെങ്കിൽ ഇതിൽ ഇപ്പോഴും ആര് ചിരി വേണമെങ്കിലും നമുക്ക് നിന്നിട്ടില്ല. പുയ്യാപ്പിളയാക്കി. ചിരി നിന്നിട്ടില്ല. അതെ. നമുക്ക് ഇവരുടെ പേരൊന്ന് ചോദിച്ചു പോകണം. അതെ അതെ ഫർഷിദ്, നവാലു റഹ്മാൻ, നവാനുൽ റഹ്മാൻ, യെസ്, റിഹാൻ, റിഹാൻ, ഹാമി അദിനാൻ, ഹാമി അദ്നാൻ, ഹാമി അദ്നാൻ, ജെഫിൻ, ജെഫിൻ. മണവാളിന്റെ പേര് ഒന്നും കൂടെ പറഞ്ഞു. ലാഷിഖ്, ലാഷിഖ്, സിദാൻ അസ്ലം, സിദാൻ അസ്ലം, അഫ്ഷിൻ അവാദ്, അഫ്ഷിൻ അബാദ്, അഹമ്മദ്, റാസിൻ. യെസ്, നമ്മുടെ റാസിൻ ഇത് അവിടെ ഇരുന്ന് കാണുന്നുണ്ടോ? പെട്ടെന്ന് റാസിന് ഓർമ്മ വന്നു. നമ്മുടെ കൂടെ ഒരു റാസിൻ ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. റാസിൻ അവിടെ ഉണ്ട്. അതെ. അപ്പം റാസിനാണ്, വേറൊരു റാസിൻ ഇവിടെ ഉണ്ട്. വട്ടപ്പാട്ട് പൊട്ടിച്ചിരി വിടർത്തുന്ന ഒരു റാസിന് കൂടെ ലാഷിനും. ഇപ്പോഴും ചിരി വിടുന്നില്ല, still ചിരി. ഇപ്പോഴും ചിരി വിടുന്നില്ല. എന്തായാലും കോഴിക്കോടേക്ക് കപ്പ് കൊണ്ടുപോയി. ഇനി ഏതൊക്കെ ഇവന്റുകളുണ്ട് ബാക്കിയുള്ളത്? മത്സര ഇനങ്ങൾ കോഴിക്കോട് ടീമുണ്ട്. സ്കൂളിലെ ബാക്കിയുള്ളവരൊക്കെ ഇനിയിപ്പോ ഏതൊക്കെ വേറെ എന്തെങ്കിലും മത്സര ഇനങ്ങളുണ്ടോ? ഇല്ല, രണ്ടായിട്ടാണ് കോൽക്കളി വട്ടപ്പാട്ട് മെയിൻ ആയിട്ട്. വട്ടപ്പാട്ടും അത് കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നതാണ്. ഇനി അതിന്റെ റിസൾട്ട് വന്ന എ ഗ്രേഡ് ഉറപ്പല്ലേ? കോഴിക്കോട് കപ്പ് കൊണ്ടുപോകത്തില്ലേ? സ്വർണ്ണക്കെട്ട് ഇത്തവണ കോഴിക്കോടിനല്ലേ? കോഴിക്കോടാണ്. കണ്ണൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച. ഇത്തവണ കോഴിക്കോടാ മസ്റ്റ്. നമ്മൾ അതും കൊണ്ടേ പോകത്തുള്ളൂ. 18-ന് വൈകുന്നേരം നമ്മുടെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. കോഴിക്കോടേക്ക് എത്തും. അപ്പം അതാണ് വട്ടപ്പാട്ടിന്റെ വിശേഷങ്ങള്. അങ്ങനെയാണ്. ഇനി അടുത്ത ഇവന്റ് എന്താ? അടുത്തൊരു ഇവന്റ് കൂടെ. Yes. കുട്ടിയെ വിളിക്കുമ്പോൾ കുട്ടിയുടെ അച്ഛനെയും കൂടെ വിളിക്കണം. Yes. സാറും കൂടെ ഒന്ന് വരുമോ? കാളിദാസിന് സാറിനെ പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടൻ ഞാൻ എന്താ പറയാ, ചേട്ടനെ മറ്റേ നമ്മുടെ സിനിമയിലെ അത്ഭുത ദ്വീപില് ആ ഫസ്റ്റത്തെ പാട്ടിലൊക്കെ ചേട്ടൻ ഉണ്ടായിരുന്നു. ആ പാട്ടിൽ നിറഞ്ഞു നിന്ന ചേട്ടനാണ് എനിക്ക്. ഞാൻ വളരെ കുഞ്ഞിലെ കണ്ടതാ. ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് കോമഡി ഉത്സവം ഒക്കെ ആയിട്ട്? അങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ടില്ല, ഞാൻ സ്ഥിരമായിട്ട് കോമഡി സ്റ്റാർ സ്റ്റേഷനിലേക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ പോകുന്നു ജീവിതം? അപ്പോൾ ഞാൻ പാരമ്പര്യ മർമ്മ ചികിത്സയാണ്, വൈദ്യനാണ്. സിദ്ധമർമ്മ ചികിത്സനാണ്. പ്രോഗ്രാം എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പോകുന്നു. അതെ. അപ്പം മോളെന്താ മോളെ പേര്? പൂജ ദശമി. ദശമി. ഏതാണ് ഇനം? ഏതാണ്? മോഹിനി. കേരള നടനമാണ്. ഓക്കെ, കേരള നടനമാണ്. നമ്മൾ ആൺകുട്ടികളുടെ കേരള നടനം, പെൺകുട്ടികളുടെ കേരള നടനം നമ്മൾ കണ്ടില്ല. ഇന്ന് മോളുടെ കേരള നടനം നമുക്ക് കാണണം. മോളെ മ്യൂസിക് റെഡിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടാലോ? യെസ്, നമുക്കൊന്ന് കാണാം അല്ലേ? ഓക്കെ.
എന്തായാലും കേരളം നിറയാൻ അടിപൊളിയായി. അതെ അല്ലേ മോളെ? റിസൾട്ട് വന്നോ? അവിടെ നടക്കുന്നേ ഉള്ളൂ. അപ്പം വേറെ ഏതൊക്കെ ഇവന്റുകളാ ഉള്ളത്? വേറെ ഏതൊക്കെ ഇവന്റുകളാണ്? എനിക്ക് നാളെ ഭരതനാട്യം ഉണ്ട്. അത് മാത്രമേ ഉള്ളോ? ഭരതനാട്യം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം എനിക്ക് കേരളം തന്നെ സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ജില്ല ഏതായിരുന്നു? ജില്ല തിരുവനന്തപുരം കപ്പ് കൊണ്ടുപോകും? അറിയില്ല. അച്ഛനെ കൂടെ ഒന്ന് വിളിക്കാം. ചേട്ടാ, തിരുവനന്തപുരം കപ്പ് കൊണ്ടുപോവോ? നമുക്ക് നോക്കാം, ശ്രമിക്കാം അല്ലേ? ചേട്ടൻ മിമിക്രി ഒക്കെ ഉണ്ടോ? കുറച്ച് നാളും കൊണ്ട്. എന്നാലും ടച്ച് വിട്ടുപോയി. എന്നാലും ഒരെണ്ണം ബാക്കി കാണത്തില്ലേ? പിന്നെ ഒരു ശബ്ദം ഞാൻ ഇത് പിടിക്കാം. ഓ തകർത്ത്. ഇനി എപ്പോഴാണ് മടക്കം? കലോത്സവം കഴിഞ്ഞിട്ടാണോ? കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. ഒരു 2 ഡയലോഗ് എന്തെങ്കിലും പറയാമോ? ഒരു കോമഡി ഡയലോഗ്. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ചേട്ടൻ മർമ്മ ചികിത്സയാണ് അല്ലേ? ഈ മർമ്മം അറിയുന്നവന് മതയാനെ വരെ വീഴ്ത്താൻ പറ്റുമെന്നുള്ളത് ശരിയാണോ? മർമ്മം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ പറഞ്ഞ ജീവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ ആ ജീവനെ നശിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല, രക്ഷിക്കാനുള്ള അവകാശം. അപ്പം അതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതല്ലേ? അപ്പൊ ഓക്കെ, എന്തായാലും താങ്ക് യു ചേട്ടാ. അപ്പം മോൾക്ക് ഇനിയുള്ള കൊല്ലവും ഇതേപോലെ തന്നെ സംസ്ഥാന കലോത്സവങ്ങൾ പങ്കെടുക്കാനാവട്ടെ. വരുന്ന പങ്കെടുത്ത മത്സരങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടട്ടെ. അടിപൊളി. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും ഒരു സമ്മാനമുണ്ട്. നമ്മള് കേരള സാൻഡൽ സോപ്പിന്റെ ഒരു സമ്മാനം കൂടെ രണ്ടുപേർക്കുണ്ട്. എന്തായാലും ഇനിയും ഒരുപാട് ഇവന്റ്സ് ഒക്കെ ഇല്ല, എന്തായാലും അത് കവർ ചെയ്യാൻ കഴിയട്ടെ. ഹാപ്പി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി അടുത്തൊരു ടീം അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ആ ടീം മെല്ലെ വായോ, ടീമായിട്ട് വായോ. എന്താണ് ഇവന്റ്? കഥാപ്രസംഗമാണോ? യെസ്. ഓക്കെ, എന്തായാലും അവർക്കത് സെറ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് അപ്പോഴേക്കും വിശേഷം ചോദിക്കാം. അവര് സെറ്റ് ചെയ്തോട്ടെ. നമ്മൾ ഓരോരുത്തരുടെ അടുത്തോട്ട് അങ്ങനെ പോവാം. അവരുടെ പൊസിഷൻ പിടിച്ചോട്ടെ. അതെ, നിങ്ങൾ നിങ്ങളുടെ പൊസിഷനിൽ നിന്നോളൂ. ഞങ്ങൾ അങ്ങനെ വരാം. ഓക്കെ, പേര്? ഓക്കെ, ഏത് ജില്ലയാണ്? തൃശ്ശൂരുകാരാണല്ലേ? അപ്പം തൃശ്ശൂരാണ് ഇത്തവണ കപ്പിരിക്കുന്നത്. ഇവിടെ അനക്കുന്നുണ്ടോ? അനക്കുന്നില്ല. ആദ്യം അനക്കുന്നില്ല. ഓക്കെ, ഇവിടെ തന്നെ വേണം എന്നാണ്. തൃശ്ശൂർ കപ്പ് അടിക്കുന്നുണ്ടോ? അടിക്കും. നിലവിൽ ഇപ്പം തൃശ്ശൂരിന്റെ ഒരു പോയിന്റ് ലെവൽ എങ്ങനെയാണെന്ന് അറിയോ? സെക്കൻഡ് പ്ലേസ്. നിലവിൽ ഇന്നലെ വരെ ഉള്ളതിനകത്ത് തൃശ്ശൂരിന്റെ പേരുണ്ട്. പക്ഷെ ഇന്ന് ഈവനിങ് കൂടെ നമുക്ക് ഏകദേശം ഒരു ചിത്രം അറിയാൻ പറ്റും ആരാണ് കപ്പ് എടുക്കുന്നതെന്നുള്ളത്. ഓക്കെ, പണി നടന്നോട്ടെ. അടുത്ത ആളിലോട്ട് വരാം.
പേര് അനിറ്റ സി ഡി. ഓക്കെ, എല്ലാരും ഒരേ ക്ലാസ്സുകാരാണോ അതോ? അല്ല, ഞങ്ങൾ 4 +2, അവള് +1 ആണല്ലേ? ഓക്കെ, നിങ്ങൾക്കൊക്കെ ഇനി ലാസ്റ്റ് ഇയർ ആണിത്. ലാസ്റ്റ് ഇയർ. ഇതിന് റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നു. എ ഗ്രേഡ് ഉണ്ടല്ലേ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ? ഓക്കെ, പേര്? ഷാരോൺ. മിത്ര. മന്ന. ആ, ഒരു വെറൈറ്റി പേരല്ലേ മന്ന. കേട്ട് നല്ല പരിചയമുള്ള പേര് ഏതാണെന്ന് ഓർമ്മയില്ല. മോളെ എത്ര ക്ലാസ്? എല്ലാരും +2. എല്ലാരും +2 ആണ്. ഒരാള് +2, ബാക്കി +2. ഓക്കെ, എല്ലാവരും റെഡിയാണോ? സെറ്റ് ചെയ്തോ? ഓക്കെ, ഇതിന്റെ ഒരു മൈക്കും കൂടെ ഒന്ന് സെറ്റ് ചെയ്യോ? റെഡിയാണോ? ഓക്കെ ആണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. മൈക്ക് ഓൺ ആക്കിക്കണം. ആ മൈക്കൊന്ന് ഓൺ ആക്കണേ. ശരി. മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യ്. റെഡിയല്ലേ? അല്ല, ഇനിയിപ്പോ നമുക്ക് നേരെ പോകും. ഓക്കെ, ഓഡിയോ റെഡിയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് ആ സ്റ്റാൻഡും കൂടെ ഒന്ന് ആയിക്കോട്ടെ. സ്റ്റാൻഡും കൂടെ വെക്കാം. നമുക്ക് സ്റ്റാൻഡും കൂടെ. ഓഡിയോ സെറ്റാണ്. ഗണപതി തുണയാകണം പാടി തുടങ്ങി കരം കടക്കുകയും അതിർത്തിലെത്തുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രഥമ പൗരൻ, നമ്മുടെ ധീരനായ രാഷ്ട്രപതി അബുൽ പക്കീർ ജൈനുലാബുദ്ദീൻ അബ്ദുൽ കലാം അഥവാ ഡോക്ടർ APJ അബ്ദുൽ കലാം. രാമേശ്വരത്തെ ചുവാഡ് മെട്രിക്കുലേഷൻ സ്കൂൾ മുറ്റത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരത്തണലിലിരുന്ന് കലാം തന്റെ സഹപാഠികളോട് ചോദിക്കുന്നു, ആകാശഗോളങ്ങളെല്ലാം ഭൂമിയെ പോലുള്ളതല്ലേ, പാർക്കുവാനാകില്ലെന്നാലും പഠിക്കുവാനിന്തെന്തു മോഹം, പഠിക്കുവാനിന്തെന്തു മോഹം. നമ്മുടെ മിസൈൽ മാൻ അതെ കലാം സാറിന്റെ കഥയാണ് കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ചത്. റിസൾട്ട് വന്നോ? എ ഗ്രേഡ്. കലാം സാറിന് എ ഗ്രേഡ്. കലാം സാറിനെ കൂടെ എ ഗ്രേഡ്. വേറെ ഏതൊക്കെയാ മുള്ള ഇനങ്ങളുള്ള? അല്ല, നിങ്ങൾക്കുള്ളത്
ഇത് തന്നെയാണ്. ഇനി ഇപ്പൊ എല്ലാരും എത്ര ക്ലാസ്? +2 അല്ലേ? എല്ലാരും +2 ആണ്. ഒരാൾ മാത്രം +1. +1, ബാക്കി എല്ലാരും +2. അപ്പം ഇയാൾക്ക് ഇനി അടുത്ത കൊല്ലം സമയമുണ്ട്. അടുത്ത കൊല്ലം കഥാപ്രസംഗം ചെയ്യും. 5ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണ്. 5ാം ക്ലാസ് തൊട്ട് തുടങ്ങിയ പരിപാടിയാ. അപ്പൊ അടുത്ത കൊല്ലം സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് ഉറപ്പാണ്. അപ്പം തൃശ്ശൂരല്ലേ, എല്ലാരും തൃശ്ശൂർക്കാരാണ്. കപ്പ് കൊടുക്കുന്നില്ല, എങ്ങോട്ടും കൊടുക്കുന്നില്ല, ആരും വരണ്ട, കൊടുക്കുന്നില്ല. തൃശ്ശൂരിൽ നിന്ന് കപ്പ് പോകുന്നില്ല. അപ്പൊ ഇവർക്കെല്ലാം നമ്മുടെ അപ്പൊ നമുക്ക് ഇവരാദ്യം ഒന്ന് ഒരുമിച്ച് നിർത്തിയാലോ? യെസ്. ഓക്കെ, എല്ലാവരും ഒന്ന് അടുത്ത് നിൽക്കോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. കേരള സാൻഡൽ സോപ്പിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത്. അത് പാസ് ചെയ്ത് വെക്കോളൂ. ഓക്കെ, മഞ്ഞളും ചന്ദനവും ഒത്തുചേരും സാൻഡൽ. അതെ അതെ. ഓഹോ, ഒരാടവൻ കോപ്പി അടിച്ചാണ്, അത്രേ ഉള്ളൂ. അപ്പം അതൊക്കെയാണ് കഥാപ്രസംഗത്തിന്റെ വിശേഷങ്ങൾ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കലോത്സവം നമുക്ക് കുറച്ച് ഉപകരണങ്ങളുണ്ട്. അതെ, അപ്പൊ ആ സമയം കൊണ്ട് അവരത് ആ ഉപകരണങ്ങളൊക്കെ എടുത്തോട്ടെ. എന്തായാലും അടുത്ത ടീം ഏതാണ്? ഓക്കെ, പേര്? കൃഷ്ണജിത്ത്. ഏത് ജില്ലയാണ്? പത്തനംതിട്ട. കളേഴ്സാ അത് തുറന്നു കേട്ടെ, ഏത് ജില്ലയെന്ന് ചോദിച്ചേ? പത്തനംതിട്ട അല്ലേ? പത്തനംതിട്ട കപ്പ് കൊണ്ടുപോകാൻ മോനെ? കൊണ്ടുപോയിരിക്കും. അങ്ങനെ പറയില്ലേ, കൊണ്ടുപോകുന്ന പറയണം. ഞാനുണ്ട് നിന്റെ കൂടെ സപ്പോർട്ടിന്. അപ്പൊ പത്തനംതിട്ട കപ്പ് കൊണ്ടുപോകും. പത്തനംതിട്ട കപ്പ് കൊണ്ടുപോകും. യെസ്. അപ്പം മോനെ കുച്ചിപ്പുടി, ഭരതനാട്യം. ഓക്കെ, അപ്പം നമുക്കിനി ഭരതനാട്യം കാണാം. പേര് പറഞ്ഞില്ലല്ലോ. ഓഡിയോ കൃഷ്ണജിത്ത്. എത്രയിലാ? +2. അപ്പം മ്യൂസിക് റെഡിയാണോ? ഓഡിയോ റെഡിയാണോ കൃഷ്ണജിത്തിന്റെ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കയറിയാലോ കൃഷ്ണജിത്തെ? ഓക്കെ, വൈകണ്ടോ? നമുക്ക് കയറാം. അന്നമേ അരികിനിൽ വാ, അന്തരംഗം ஒன்று சொல்வேன் கேளடி. அன்னமே அருகினில் வா. ഭരതനാട്യം. ഞാനത് അങ്ങോട്ട് ചോദിക്കാം, എങ്ങനെയുണ്ട്? കൊള്ളാം. പൊളിയല്ലേ? പത്തനംതിട്ടക്കാര് കൊള്ളാം. അതെ. ആരാണ് മാഷ്? ശ്രുതി ശശിധർ. ഓക്കെ ഓക്കെ. അപ്പം സുധീഷ് മാഷിനോട് റിസൾട്ട് വന്നോ? A ഗ്രേഡ് ഉണ്ട്. സുധീഷ് മാഷ് ഉണ്ടോ ഇവിടെ? ഞാൻ അപ്പീൽ കയറി വന്നയാ, സെക്കൻഡ് ജില്ലയിൽ. അങ്ങനെ പത്തനംതിട്ടയ്ക്ക് ഒരു A ഗ്രേഡ് വാങ്ങിച്ചിരിക്കും. A ഗ്രേഡ് കിട്ടി. GPHSS നടയാണല്ലേ? അപ്പം ഈ സുധീഷ് സാർ വന്നോ? കൂടെ ഉണ്ടോ? പോയി. സുധീഷ് സാറിനോട് പറഞ്ഞില്ലേ A ഗ്രേഡ്? ഇനി വേറെ ഏതൊക്കെ ഇവന്റുകളുണ്ട്? കുച്ചിപ്പുടി ഉണ്ട് 17. കുച്ചിപ്പുടി അത് എപ്പോഴാണ്? നാളെ, മറ്റന്നാളാണ്. ഓക്കെ. അപ്പം ഇനി പത്തനംതിട്ട കപ്പ് അടിച്ചിട്ട് ആ കപ്പും കൊണ്ടല്ലേ പോകുന്നുള്ളൂ? തിരക്കില്ലല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? വൈകുന്നേരം ചപ്പാത്തി ഉണ്ട് പഴയടത്തിന്റെ, കഴിക്കണം. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പത്തനംതിട്ടക്കാരനും കൂടെ ഗിഫ്റ്റ് ഉണ്ട്. യെസ്. ഓക്കെ.
കേരള സാൻഡൽ സോപ്പിന്റെ ഗിഫ്റ്റാണ് പത്തനംതിട്ടക്കാരുടെ കൊടുത്തത്. അതാണ്. ഇനിയിപ്പം പത്തനംതിട്ടയുടെ വിശേഷം കേട്ടു. താങ്ക് യു മാം. അപ്പൊ ഇനി അടുത്തത് ആരാ? അടുത്ത ടീം ഒപ്പനയല്ലേ? നമുക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. യെസ്, ഒപ്പന. ആറ് മുഖത്ത് നോക്കണമെന്ന് ഞാനിങ്ങനെ നോക്കുക. ആരെ നോക്കണം? നേരത്തെ നമ്മൾ മണവാളന്റെ ചിരി പറഞ്ഞില്ല, ഇവിടെ മണവാട്ടിയുടെ ചിരി. ഏതാ ജില്ല? ഏതാ? ട്രിവാൻഡ്രം. അപ്പം തിരുവനന്തപുരം കപ്പ് കൊണ്ടുപോവോ? ഒരു ഊർജമില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല, എനർജി വേണം. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എത്ര പേരുണ്ട് പുറത്ത് നിങ്ങള്? 10 പേർ ഊർജം ഉണ്ടോ? 10 പേർ ഊർജം ഉണ്ടോ? അതെനിക്കൊരു സംശയമുണ്ട്. 10 പേർ ഊർജം കേൾക്കുന്നുണ്ടോ? ബാക്കിൽ ആർക്കേലും 10 പേരുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. ഒന്നും കൂടെ കൊണ്ടുപോവോ? ആ, ഓക്കെ. ഇപ്പൊ വേണം ചേട്ടാ. ഇപ്പൊ കേട്ടത് ഇപ്പൊ കേട്ടു. അപ്പൊ നമുക്ക് മെല്ലെ ഒപ്പനയിലേക്ക് കടക്കാം. അതിനുശേഷം ഇവരുടെ പേരുകൾ ചോദിക്കാം. ആരാ പാടുന്നത്? യെസ്, അങ്ങോട്ട്. നീലവരും നിര നിര നിരയായി നാരികളസലായി നീട്ടിയ രാഗമുയർന്ന് അശുകടി ചുവടുക താഴമതിന്ന് മികന്നിടും പന്തലിൽ ഭാഗ്യനിക്കാഹിൻ വസന്തം പൊഴിച്ചിന്ന് മികവർണ്ണ പുലരിൽ ശുഭസുമ സ്വാഗത ഹാരം പതിത്തെന്ന് ഹാരം ഹജറുകൾ കൊത്തിടും ഹുറുമത്തിന ദിശവുമാലവൈരക്കല്ലുകൾ മണവാട്ടി മേനിലായി ഹലം ഹതിയകൾ ഹൃത്തടും ഹൈറോഡ് ഇണയുവതായി മുഞ്ചിലും മുഞ്ചായ ബീവി കാശത്തെ നിശലായി ഇശലുകൾ ഹിസ പാടിടും ഇരവുകൾ സദ തേടിടും ഇരുകരം ഹന്തോതിടും ഹാരതിലേറ്റിടും ഏറിടും മതബിൽ സുമമിൽ ഏറിടും മതബിൽ ഏഷിടും സുമമിൽ. സെറ്റ്. എന്തായാലും നല്ലോണം കളിച്ചല്ലേ കുട്ടികളെ? അടിപൊളിയായി, ഗംഭീരമായി. അപ്പൊ തിരുവനന്തപുരം വേണേ കപ്പ് കൊണ്ടുപോവാ അല്ലേ? അതെ, കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ പറഞ്ഞ ഊർജ്ജം ഡാൻസിൽ ഉണ്ടായിരുന്നു. അവസാനത്തെ കൊണ്ടുപോകുന്ന പറഞ്ഞാലാണ് ആ ഊർജ്ജം മൊത്തം ഉള്ളത്. അതെ, മൊത്തം എടുക്കാനല്ലോ, സ്വർണ്ണക്കപ്പ് എടുക്കാനുള്ള ഊർജ്ജമാണ്. അതെ. അപ്പം ഇവരുടെ പേര് ചോദിച്ചോ? പേര് ചോദിക്കാം. സരയു, നക്ഷത്ര, ശ്രീപ്രിയ, അർഷിത, ഗൗതമി, വിദ്യ, അഭിരാമി, നൂറ, റിയ, ഗൗരി. എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. കേരള സാൻഡൽ സോപ്പ്. ഒരാളാണേ, നമ്മൾ കുളിക്കാൻ വേണ്ടിയാണോ സോപ്പ് വരുന്നത്? നമ്മൾ കുളിക്കത്തില്ലെന്ന് പറഞ്ഞില്ല, ഞാനത് കേട്ടായിരുന്നു. അതുകൊണ്ട് അതാരാ മണവാട്ടി പ്രശ്നമാണ്. അതെ, നമുക്ക് കുളിക്കാൻ വേണ്ടി സോപ്പ് വരും. നമ്മൾ കുളിക്കത്തില്ലെന്ന് കണ്ടുപിടിച്ചതൊക്കെ മണവാട്ടിയെ പെട്ടെന്ന് പറഞ്ഞു വിടണം. പെട്ടെന്ന് കെട്ടിച്ചിട്ട്. അതെ. അപ്പൊ നമുക്ക് സോപ്പ് ഓരോരുത്തരായിട്ട്. കേരള സാൻഡൽ സോപ്പ്. ഓക്കെ, ഇനി അവിടുന്ന് വരും. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി. ഇനി വേറെ ഏതൊക്കെ ഇവന്റുകളുണ്ട്?
ഇതേ ഉള്ളൂ. നിങ്ങളുടെ സിംഗിൾ ഇവന്റ് ആരെങ്കിലും ഉണ്ടോ? ഇനിയിപ്പം വേറെ സിംഗിൾ ഇവന്റ് ഉള്ള ആരെങ്കിലും? ആരുമില്ല. അപ്പം തിരുവനന്തപുരത്ത് കപ്പും കൊണ്ടേ 18-ാം തീയതി പോകത്തുള്ളൂ അല്ലേ? കഴിച്ചോ? എല്ലാരും കഴിച്ചോ? ഇല്ല കഴിച്ചില്ല, രാവിലെ കഴിച്ചതാ. രാവിലെ കഴിച്ചതാണോ? എപ്പോഴാ മേക്കപ്പ് ഇട്ടത്? ഒരു 12:30 1 മണിയായി. ആ സമയമായപ്പോഴേക്കും മേക്കപ്പ് ഇട്ട് കഴിഞ്ഞു എല്ലാരും. വൈകുന്നേരമായിട്ട് കഴിച്ചില്ലേ? കഴിക്കാം. ഇനി വൈകുന്നേരത്തെ ചപ്പാത്തി ഉണ്ട്, ഒരുമിച്ച് കഴിക്കേണ്ടി വരും തോന്നുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാം. ടീച്ചറോട് പറ, റിസൾട്ട് വന്നോ? വന്നില്ല. എ ഗ്രേഡ് ആയിരിക്കത്തില്ലേ? ടീച്ചറോട് പറ എ ഗ്രേഡ് ഉണ്ട്, ഞങ്ങൾക്ക് വേറെ ഫുഡ് വാങ്ങി, ചപ്പാത്തി മാത്രം പറയാം, ചപ്പാത്തിയിൽ ഒതുങ്ങത്തില്ലെന്ന് പറ അല്ലേ? അപ്പൊ അതാണ് അവരുടെ വിശേഷങ്ങൾ. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് കപ്പും കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന തിരുവനന്തപുരംകാരാ. അതെ. അപ്പൊ താങ്ക് യു. താങ്ക് യു ടീം. അപ്പം അതാണ് തിരുവനന്തപുരംകാരുടെ വിശേഷം. വലിയൊരു ടീം. അതെ. ഇനി ആരാ? ഇനിയൊരു നാടോടി നൃത്തം വാളുകൾ വരുന്നുണ്ട്. മെല്ലെ ഞാൻ ആദ്യം ആ വാളൊന്ന് കണ്ട് നോക്കട്ടെ, ആ വാളം നോക്കട്ടെ. ഇത് കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം. അപ്പം മോടെ പേര്? അനന്യ. ജില്ല? കോട്ടയംകാരി അനന്യ. സ്കൂൾ ഏതാ? സെന്റ് തെരേസാസ് വാഴപ്പള്ളി. ഈ ഒരു ഇനം മാത്രമേ ഉള്ളൂ? എനിക്ക് സിംഗിൾ ഇത് മാത്രമേ ഉള്ളൂ. റിസൾട്ട് വന്നോ? എ ഗ്രേഡ്. അപ്പൊ എ ഗ്രേഡ് കാരി. അപ്പം പരിപാടി മ്യൂസിക് ഉണ്ടെങ്കിൽ? അതെ. മ്യൂസിക് റെഡി അല്ലേ? റെഡി. ശിവഗംഗ എന്നൊരു ഊരിലെത്താം, കണ്ണു നിറയുന്ന കഥ കേൾക്കാം, ഉശിരുള്ള കുയിലിതൻ കഥ കേൾക്കാം. കളകളമൊഴുകും വൈഗതൻ തീരത്ത് ശിവഗംഗ എന്നൊരൂരിൽ റാണിവേലു നാട്ടിയാർ വാണിടും കാലം, റാണിതൻ പെൺപട പോരാളികളാകും. ഉദയാൾ പടയുടെ തലവിയായി വന്നൊരു പെണ്ണവൾ കുയിലി, കാമന്റെ വില്ലൊത്ത പുരികക്കൊടി, കാർവണ്ട് പോലുള്ള കണ്ണിനകൾ, എഴകൊത്തൊരു എണ്ണക്കറും, ഏതാണും തോൽക്കും നെൽക്കരുത്തും, പയറ്റിത്തെളിഞ്ഞൊര കുയിലി, ഉദയാൾ പടയുടെ പടനായിക. ഗംഭീരല്ലേ? ആ വാള് വീശിയപ്പോ ഞാനൊന്ന് വിറച്ചു. ഞാനൊന്ന് പേടിച്ചായിരുന്നു, എന്റെ കണ്ണുകാരം കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഇതാരാ പഠിപ്പിച്ച? രാംദാസ് ഭാസ്കർ. എന്താണ് ഇതിന്റെ തീം? എന്താ? ഒരു യുദ്ധമാണെന്ന് മനസ്സിലായി. ഇത് കുയിലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിരുന്ന ഒരാളാണ് കുയിലി. പക്ഷെ പുള്ളിക്കാരിനെ പറ്റി എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. പറയപ്പെടാതെ പോയൊരു ശ്വാസം വിടുന്നു. എനിക്ക് ഡാൻസ് കളിച്ചോണ്ട് കളിച്ച നാടോടി നൃത്തത്തിന്റെ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞു തരുമോ? നാടോടി നൃത്തത്തിന്റെ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകതയാണ്. കാരണം അതിങ്ങനെ മെല്ലെ തുടങ്ങത്തുള്ളൂ, മെല്ലെ തുടങ്ങും. അതുപോലെ എനർജി ഉണ്ടല്ലോ, ഏത് സ്പീഡിലെത്തും അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഞാൻ പെട്ടെന്ന് കുറയും. അതിന്റെ ഇടയ്ക്ക് പല സന്ദർഭങ്ങളും. എന്റെ ഓർമ്മയിലുള്ളൊരു നാടോടി നൃത്തത്തിന്റെ പാട്ട് ഞാൻ പറയട്ടെ. ഡം ഡം പപ്പടം, പൊടി പൊടി പപ്പടം, എണ്ണയിൽ വളവളം പാറുന്ന പപ്പടം അല്ലേ? ആ പാട്ട് ഇപ്പോഴും ഉണ്ട്. കാണാറുണ്ടോ മത്സരത്തിൽ? ആ പാട്ട് ഇപ്പോഴും കാണാറുണ്ടോ? ഉണ്ട്. നമ്മള് കലോത്സവത്തിനൊക്കെ പോകുമ്പോ അവർക്കൊക്കെ ഇതാണ്. ഇത് എനിക്ക് തോന്നുന്നു നാടോടി നൃത്തത്തിന്റെ നമ്മള് ഈ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിക്കുമ്പോൾ ആദ്യം സാ പാ സാ എന്ന് പഠിക്കുന്ന പോലെ നാടോടി നൃത്തത്തിന്റെ ആദ്യം ഈ പാട്ടാ. എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതൊക്കെ ഈ പാട്ട് കാണും, ഒരു പാട്ടെങ്കിലും കാണും. പിന്നെ നമ്മുടെ ഗുരുക്കന്മാരും അവരുടെ ഗുരുക്കന്മാരൊക്കെ ചിട്ടപ്പെടുത്തുന്ന പല ഗാനങ്ങളും. ഗുരുവിന്റെ പേരെന്താ? രാംദാസ് ഭാസ്കര. യെസ്. അപ്പം കോട്ടയം തന്നെയാണ് ഗുരുവും? കോട്ടയം അല്ല, കണ്ണൂരുകാരൻ. അപ്പം ഈ ഗുരുവിനോട് പറഞ്ഞു എ ഗ്രേഡ് കിട്ടിയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം കോട്ടയം കപ്പടിക്കുവോ? കോൺഫിഡൻസ് വരട്ടെ. നമ്മളങ്ങനെ ഉറപ്പിച്ച് പറയാൻ പാടില്ല. എല്ലാ ജില്ലയിലും നല്ല പിള്ളേരുണ്ട്. അപ്പോഴേ മാഷിനോട് പറഞ്ഞപ്പോഴേ, മാഷ് കണ്ണൂരുകാരനാ, കണ്ണൂര് കപ്പടിക്കുന്നു വിചാരിച്ച് മാഷ് അവിടെ ഇരിക്കുക. മാഷ് തിരിച്ചു പോയപ്പോഴും മാഷ് ചിലപ്പോ അതാ വിചാരിച്ചത്, കണ്ണൂരിന് തന്നെ കപ്പ്. മോക്ക് എ ഗ്രേഡൊക്കെ കിട്ടി, സന്തോഷം. പക്ഷെ കപ്പ് കണ്ണൂരിനാ. അപ്പൊ മാഷിന്റെ ഉറപ്പിക്കാൻ പറ്റില്ല. ഈ പ്ലസ് ഇപ്പം എത്രയല്ല? പ്ലസ് 1 കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ഡാൻസിൽ ഡിഗ്രി എടുക്കാൻ.
നല്ല കലയിൽ തന്നെ തുടരാം എന്നുള്ള രീതിയിലാണ്. അതെ. അപ്പൊ എന്നാലും ഞാൻ ഒരു തവണ കൂടി കോട്ടയം കപ്പടിക്കോ? കോൺഫിഡൻസ് അടിക്കാം. സാധ്യതയില്ല. മോളെ പോലെ ഇതേപോലെ ഒരു 10 പേരുണ്ടെങ്കിൽ സുഖമായിട്ട് അടിക്കാം. അതെ. ശരി. അപ്പം നമ്മുടെ കേരള സാൻഡൽ സോപ്പ്. ഓക്കെ. അപ്പം ശരി. ആ വാളിവിടെ കൊടുക്കുന്നുണ്ടോ? ആവശ്യമുണ്ട്. അതിനി ആവശ്യമുള്ള. ഓക്കെ. ഇനി അടുത്ത ടീം ആരാണ്? കഥാപ്രസംഗം. വീണ്ടും ഒരു കഥാപ്രസംഗം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കഥാപ്രസംഗം. നമുക്ക് അതിന് കുറച്ച് സമയം വേണം. അതെ. അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ആ സമയം കൊണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യും, ഞങ്ങൾ ഓരോരുത്തരിലേക്ക് വരാം. നമുക്ക് അതിന് ആ ഒരു സമയം നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുള്ള സമയം വേണം. അപ്പോഴേക്കും നമുക്ക് ഒരു വേദിയിൽ പോയി അവിടെ നടക്കുന്ന പരിപാടികളൊക്കെ ഒന്ന് കണ്ടുവരാം. ഓക്കെ. മോദമർനാടിടം ചരുതയേറിടും ആളികളെ ശുഭമേറിടും ശോഭനഗാത്രികളെ കാവ്യ കുസുമ സുഗന്ധമിഴും കാനന ഭംഗി കലർന്നിടുമീ വാടികയിങ്കൽ തോം തിന്തക വാടികയിങ്കൽ പാട്ടുപാടിയാടിക്കളിക്കാം മൃദുതര പാണികൾ കൊട്ടി കടമിഴി കോണുകൾ വീശി നമുക്കി ഹരിയാടി തിമിർത്തിടാം മാത്തു ചിരിച്ചിടാം അവയമൊക്കെ അകറ്റി വഴം വർണ്ണ പാടിയതിൽ രമിച്ചാമോദിക്കാം ആടി തിമിർത്തിടാം മാത്തു ചിരിച്ചിടാം അവയമൊക്കെ അകറ്റി വഴം വർണ്ണ പാടിയതിൽ രമിച്ചാമോദിക്കാം വാടിയതിൽ രമിച്ചാമോദിക്കാം വർണ്ണ വാടിയതിൽ രമിച്ചാമോദിക്കാം വാടിയതിൽ വാടിയതിൽ രമിച്ചാമോദിക്കാം ആരാരും വന്നില്ല ഈ വഴി പോരൂ നീ എൻ കുറവ താഴാരും താണ്ടി കടന്നങ്ങാരാണ്ടോ പോണ കണ്ടേ ആൽമരക്കൊമ്പിലായ മരപ്പൊത്തിലായി ആലോലം പാടുന്ന ദത്തയുണ്ട്. ആ ദത്ത ചൊല്ലിടുന്ന കാര്യം കേട്ടുവോ? കേട്ടതെല്ലാം ഇനി കാട്ടിൽ പാട്ട് ഉള്ളതേ ചൊല്ലാറുള്ളൂ കുറത്തി പുള്ളു പറവതില്ല ഉണ്ടായതെന്നു ചൊല്ലാം കുറവ നാവൊരുപാട് ചൊല്ലാം ഉള്ളതിൽ ചൊല്ലാറുള്ളൂ കുറത്തി പുള്ളു പറവതില്ല ഉണ്ടായതെന്നു ചൊല്ലാം കുറവ. അപ്പം ഓക്കെ, തുടങ്ങാം കാളിദാസ. യെസ്, നമുക്കിനി മെല്ലെ കഥാപ്രസംഗത്തിലേക്ക് കടക്കാം. ഏതാ ജില്ല? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? നടുവണ്ണൂര് എന്നാണ് എല്ലാരും. ഏതാ ക്ലാസ്? എല്ലാരും ഉണ്ട്. അപ്പം ആദ്യം കഥാപ്രസംഗത്തിലേക്ക് കടക്കാം അല്ലേ? എന്നിട്ട് നമുക്ക് പേരുകളിലേക്കൊക്കെ വരാം. പിന്നെന്തിനാ ഞാനും മോളും ഇത്രയും കാലം ജീവിച്ചത്? മരണത്തെക്കാൾ വലുതാണ് മഹത്തായ സംഗീതം. ആ വാക്കുകൾ പൂർത്തിയാക്കിയതും അവരുടെ മിഴികൾ അടഞ്ഞതും ഒരുമിച്ചായിരുന്നു. സ്ഥാനമാനങ്ങൾക്ക് മുൻപിൽ പകരം വെക്കാനുള്ളതല്ല സംഗീതമെന്ന് ഉറച്ചു വിശ്വസിച്ച ആ കലാകാരന് മുൻപിൽ ഇന്നും ലോകം പ്രണമിച്ചു നിൽക്കുന്നു. കലയുടെ ശബ്ദസ്വരമഴ പെയ്യും കാവേരി പുഴയൊഴുകും
കലയുടെ പൊന്നിൻ ചിലമ്പു കിട്ടിയ കാവേരി പുഴ പറയും കലഹം കൂട്ടുന്നവരെ കലയാണിതിനുമരുന്ന് കലഹം കൂട്ടുന്നവരെ കലയാണിതിനുമരുന്ന് കലയാണിതിനുമരുന്ന്. അടിപൊളി മോളെ. ഈ തീമേ കാവേരിപ്പുഴ എന്ന് കേട്ടോണ്ട് ചോദിക്കുക. ത്യാഗരാജ ഭാഗവതരുടെ കഥയാണോ? യെസ്. അപ്പം ത്യാഗരാജ സ്വാമികളുടെ കഥയാണ് കാവേരിപ്പുഴയുടെ തീരത്ത്, അല്ലേ? ശാസ്ത്രീയ സംഗീത ലോകത്തിന് നിരവധി സംഭാവനകൾ നൽകിയ ത്യാഗരാജ സ്വാമികളുടെ കഥ. എന്താണ് ആ തീം തിരഞ്ഞെടുക്കാൻ കാരണം? ആ തീം തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസിക്കലായിട്ട് പാട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എത്ര കൊല്ലമായി പഠിക്കുന്നു? ഞാനൊരു 7-8 വർഷമായി. 7 വർഷമായി പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടം കൊണ്ട് എടുത്ത തന്നെയാണ്. ഗുരു ആരാ? എനിക്ക് കഥ എഴുതിയിട്ട് രമേശ് കാവിലാണ്. പഠിപ്പിച്ച എന്റെ അച്ചാച്ചൻ തന്നെയാണ്. അതെ, അച്ചാച്ചനും കഥാപ്രസംഗം പറയുന്ന ആളാണ്. പണ്ട് തൊട്ടേ അല്ലാതെ പ്രൊഫഷണലി ചെയ്യുന്നതാണ്? പ്രൊഫഷണലി കഥാപ്രസംഗം മാത്രമല്ല, കഥാപ്രസംഗം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നാടൻപാട്ട്, നാടകം എല്ലാത്തിലും ഉള്ള ഒരാളാണ്. പ്രാവീണ്യമുള്ള ആളാണ്. അതെ. എന്താ അച്ഛന്റെ പേര്? പപ്പൻകാവിൽ ചേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ്. ഇങ്ങനെ ഒരു കലാപ്രതിഭയെ ഇങ്ങോട്ട് എത്തിച്ചതിൽ കേരളത്തിന് നന്ദി അല്ലേ? കഥാപ്രസംഗം എന്ന് പറഞ്ഞൊരു കലാരൂപം ഇപ്പം അധികം എത്തുന്നില്ല എന്ന് തോന്നലുണ്ടോ അച്ഛന്? ഉണ്ട്. സാംബശിവന്റെ ഒക്കെ ആ കാലം കഴിഞ്ഞ് അത് സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു കാലം ഇല്ല. കഥാപ്രസംഗക്കാരെ ആർക്കും വേണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെയല്ല, പക്ഷെ എന്നാലും ഭയങ്കര കുറവാണ് ആൾക്കാർ കഥാപ്രസംഗം എടുക്കുന്നത്. ഭയങ്കര ടഫാ പഠിക്കാൻ തന്നെ. 10-15 മിനിറ്റ് നിന്ന് പറയാ, അതന്നെ ഒരു കഷ്ടപ്പാടാണ്. അതാ ഫീൽ അങ്ങോട്ട് എത്തിക്കുക അല്ലേ? അപ്പൊ നമുക്ക് ഇവരുടെ പേരെന്ന് ചോദിച്ചു. ആദ്യം മോളെ പേര്? എന്റെ പേര് ഋതുമിത്ര. പേരിൽ തന്നെ ഒരു സംഗീതമുണ്ട്. അതെ. സ്ഥലം എവിടായിരുന്നു? കോഴിക്കോട് ഋതുമിത്ര. അതെ. മോനെ പേര്? ഐവിൻ. ജഗൻ. എന്റെ പേര് ദേവിക. ശിവസൂര്യ. അതെ, ഗംഭീര പേരെല്ലാം. ഋതുമിത്ര, ശിവസൂര്യ. സംഗീതമൊക്കെ കലർന്ന പേരാ. അതെ, എന്തായാലും കഥാപ്രസംഗം സൂപ്പറായി. നമ്മുടെ സാൻഡൽ സോപ്പ്. അതെ. ഓരോരുത്തർക്കായിട്ട് റിസൾട്ട് വന്നു. എ ഗ്രേഡ്. ഇനി വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? വേറെ ഒന്നുമില്ല. ശാസ്ത്രീയ സംഗീതത്തിന് ഒന്നില്ല? ഇല്ല. ഒന്നും ഉണ്ടായിട്ടല്ല. ആ കർണാടിക് മ്യൂസിക് ആരാ? ഗുരു ആരാ? എന്നെ പഠിപ്പിക്കുന്നത് പാലക്കാട് പ്രേംരാജ്. അപ്പം എല്ലാവർക്കും കേരള സാൻഡൽ സോപ്പ് എ ഗ്രേഡ് ലഭിച്ചതിന് കേരള സാൻഡൽ സോപ്പ്. അപ്പൊ താങ്ക് യു. അത് ചോദിച്ചില്ല. കോഴിക്കോട് കപ്പുണ്ടല്ലേ? കോഴിക്കോട് തന്നെ ഉണ്ടോ? അതിലൊരു മാറ്റമില്ല. ചേട്ടാ, കോഴിക്കോട് കപ്പുണ്ടോ? തീർച്ചയായിട്ടും കൊണ്ടു. എന്ത് പറയാനാ, കണ്ണൂരും കോഴിക്കോടായിട്ടാണ് ഒരു വേരിയേഷൻ വരുന്നത്. എന്നിരുന്നാലും കോഴിക്കോട് കൊണ്ടിരിക്കും. ഇനിയും 2-3 ദിവസം ഉണ്ട്, ഉറപ്പിച്ച് പറയാം. തീർച്ചയായിട്ടും. ഓക്കെ, അത് പറയാനാ. ചേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞു എന്തായാലും കണ്ണൂരും കോഴിക്കോടും ആണ്. എന്തായാലും കോഴിക്കോട് മതി. ഒരു കലാരൂപം എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് ശരിക്കും. കലാരൂപം എന്ന് കോഴിക്കോടാണ്. അവന് സന്തോഷം കേൾക്കും. ഏത് മേഖലയും, തെയ്യമായാലും ഏത് മേഖലയും, ഡാൻസ് ആയാലും ഏത് മേഖലയും കോഴിക്കോടാണ്. മച്ചാനത് പോരാ. അപ്പം ഓക്കെ, ഇനിയും കലോത്സവം ഒക്കെ കണ്ട് വൈകുന്നേരം ഭക്ഷണം കഴിച്ച്. ഓക്കെ, ഉച്ചയ്ക്ക് കഴിച്ചില്ലേ? പായസം ഏതായിരുന്നു നമ്മുടെ അവിടെ? അത് കഴിച്ചില്ല. ഞാൻ പരിപാടി കഴിയാൻ തന്നെ 3 മണിയായി. അത് കഴിഞ്ഞിട്ടാണോ പോയി കഴിച്ചേ? അവിടെ ഊട്ടുവരെ പോയാണോ കഴിച്ചേ? അല്ല, കുഴപ്പമില്ല. എന്തായാലും നാളെയൊക്കെ ഉണ്ടല്ലോ, പായസം ഉണ്ട് എന്തായാലും. ഓക്കെ. അപ്പം ചേട്ടന് സ്പെഷ്യൽ നന്ദിയുണ്ട് ചേട്ടാ. ഞാൻ തബല പ്ലെയർ, മൃദംഗം, തബല, ഡ്രംസ്, ചെണ്ട എല്ലാം വാദ്യകലാകാരൻ. ഓക്കെ, എല്ലാത്തിലും ഒന്ന് കൈവച്ചിട്ടുണ്ട്. എല്ലാ വാദ്യങ്ങളും. ഇപ്പം വിദ്യാർത്ഥികളുണ്ട്, പഠിപ്പിച്ചു പോകുന്നു. ഇവരൊക്കെ ഞാനാണ് പഠിപ്പിച്ചത്. പിന്നണിയിലും പ്രവർത്തിക്കാനുള്ള എല്ലാം ഞാനാണ് ചെയ്തത്. കുട്ടികളെ തകർത്ത്. ഓക്കെ, അപ്പം അതൊക്കെയാണ് കഥാപ്രസംഗത്തിന്റെ വിശേഷം. കോഴിക്കോട് നിന്നുമാണ് ആ ടീം വന്നത്. ആ ടീം കോഴിക്കോടൊക്കെ തന്നെ കപ്പ് കൊണ്ടുപോകുന്നെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? കളേഴ്സ് ഇത്രയും നാളും അല്ലെ, ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് വരാത്തൊരു കലാരൂപമാണ് നമുക്ക് നിൽക്കുന്നത്. പഞ്ചാരി മേളം. വായോ എല്ലാരും പോയോ?
ഇതിനെ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരുമോ? വേണ്ട, സമയം വേണോ? മുട്ടുമ്പോ തന്നെ നല്ല ഓക്കെ, വേണ്ട, ആഞ്ഞങ്ങ് ഒട്ടിക്കോ കേട്ടാ. ഏതാ ജില്ല? ഏതാ? കൊല്ലം ജില്ലയെന്നാണ്. അപ്പൊ എങ്ങനാ തുടങ്ങുമല്ലേ? ഓക്കെ ആണോ? എല്ലാവരും റെഡിയാണോ? എല്ലാം റെഡിയല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തകർത്ത് ഞാനുണ്ടല്ലോ ശ്രദ്ധിച്ചെന്താ അറിയോ, ഈ മേളക്കമ്പം ഒക്കെ പറഞ്ഞാലുണ്ടല്ലോ തൃശ്ശൂരിനെ വെല്ലാൻ വേറെ ആരുമില്ല. ഇവിടെ ചെണ്ടേ കോല് വീണപ്പം അവിടെ താളം പിടുത്തുന്ന അവിടെ ചേട്ടനൊന്ന് വന്ന് പച്ച ഷർട്ടിട്ട ചേട്ടൻ അവിടുന്ന് താളം പിടിക്കുക, ആസ്വദിക്കുക. ഒരു പൂരം കഴിഞ്ഞുണ്ടല്ലേ, പിള്ളേര് തകർത്തല്ലേ, അടിച്ചുപൊളി. നല്ല മേളം. തൃശ്ശൂരാണോ? കോഴിക്കോട് ജില്ല നടുവിൽ കഴിഞ്ഞ പരിപാടികളാണോ? തൃശ്ശൂർക്കാരെക്കാളും കൂടുതൽ മേളക്കമ്പം കോഴിക്കോടുകാർക്കുണ്ടല്ലേ, അതാണ് താളം. എന്തായാലും ഇങ്ങനെ ഒരു താളം കേൾക്കുമ്പോ ആരാണേലും നമ്മളങ്ങ് താളം പിടിച്ചു പോകും.
അതെ അതെ അതെ. ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ഒന്ന് തലയൊക്കെ ആട്ടും നമ്മള്. എന്തായാലും താങ്ക് യു ചേട്ടാ. എന്തായാലും ഇവിടെ തന്നെ കാണണം. നമ്മുടെ എല്ലാ പരിപാടിയും ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം കേട്ടാ. അപ്പം നമ്മുടെ പിള്ളേർ ചേർത്തു. അതെ. എല്ലാവരും എത്രാം ക്ലാസ്സിലാ? +2 ആണ്. ഇത് എത്ര കാലമായിട്ട് മേളത്തിന് പോകുന്നുണ്ടോ അതോ ഇതിനായിട്ട് പഠിച്ചതാണോ? അല്ലല്ല, ഞങ്ങളുടെ അപ്പൂപ്പൻ ചെണ്ടമേളം കൊട്ടുമായിരുന്നു. അപ്പൂപ്പനാണോ പഠിപ്പിച്ചത്? ആണ്. അതെ. എല്ലാവർക്കും ഇപ്പം ഇത് കലോത്സവത്തിന് ഗിരീഷ് എന്ന് പറയുന്ന സാറാ പഠിപ്പിച്ചത്, കോയിപ്പള്ളി ഗിരീഷ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പഞ്ചാരി മേളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഞ്ചാരി മേളം ഉണ്ട്, പാണ്ടി മേളം ഉണ്ട്, എന്താ വ്യത്യാസം എന്നുള്ള ഗുരു പറഞ്ഞു തന്നിട്ടുണ്ടോ? വ്യത്യാസം ചോദിക്കുമ്പോൾ പറയണം. പഞ്ചാരി പൊതുവെ മേളങ്ങളുടെ രാജാവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പാണ്ടി ഒരു അസുര സ്വഭാവമുള്ള മേളമാണ്. അതിനാൽ തന്നെ ക്ഷേത്രങ്ങൾക്ക് പുറത്തായിട്ട് കൊട്ടാറില്ല. പുറത്താണ് കൊട്ടാറ്. പഞ്ചാരിക്ക് പൊതുവെ 5 കാലങ്ങളുണ്ട്. പതികാലം, 2ാം കാലം, 3ാം കാലം, 4ാം കാലം, 5ാം കാലം. കൂടാതെ 2 രണ്ടാം കാലങ്ങളുള്ള ഒരു മേളമാണ് പഞ്ചാരി. അതാണ്. അപ്പം നിങ്ങളെ ഏത് താളം വരെ കൊട്ടിപ്പോയിട്ടുണ്ട്? ഏറ്റവും ഉയർന്ന താളം ഏതാ? നിങ്ങൾ കൊട്ടിയതിൽ ഏറ്റവും ഉയർന്ന താളം പെരുപ്പിച്ചത് എപ്പോഴാ? എപ്പോഴെങ്കിലും താളം ഉയർത്തി പെരുപ്പിച്ച ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? നിങ്ങൾ അങ്ങനെ കൊട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പം 5ാം താള് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം അല്ലേ? അതെ. അപ്പം ജില്ല ഏതായിരുന്നു? കൊല്ലം കപ്പടിക്കുമോ? കപ്പടിക്കും. കൊല്ലം അടിക്കും. കൺഫേം. കൊല്ലം കപ്പടിക്കും. അപ്പം നമുക്ക് നമ്മുടെ തായമ്പക ശരി പഞ്ചാരി മേളം ടീമിന് നമ്മുടെ കേരള സാൻഡൽ സോപ്പ്. അതിന്റെ ഇടയ്ക്ക് നീ ഒരു കാര്യം ശ്രദ്ധിച്ചതാ. നമ്മൾ വേറെ കാര്യം വിട്ടു. എന്തേ? പേര് ചോദിച്ചില്ല. അതെ. പേര് ചോദിച്ചു വായോ. ഇത് കൊമ്പുകാരന്റെ പേരെന്താ? ഫഹദ്. യെസ്. എത്രാം ക്ലാസ്സിലാ? ഞാൻ +1. ഇതിലെല്ലാരും +1 ആണോ? അല്ലല്ല, 3 പേര് +1, ബാക്കി എല്ലാവരും +2. ബാക്കി എല്ലാവരും 3 പേര്. അത് ഒന്ന് നീയാണ് +1. പിന്നെ ഒരു പലന്തല അവിടെ. ഓക്കെ, നമുക്ക് അവരുടെ പേരൊന്നും കൂടെ പറഞ്ഞു. ഫഹദ്. കൈലാസ്. സാവന്ത്. കാശിനാഥ്. കാർത്തിക്. അനന്തു. അർജുൻ. കളേഴ്സിനിടയ്ക്ക് നീ ഇവനോട് ചോദിച്ചപ്പോഴേ അവൻ ഇങ്ങോട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടില്ല, നമുക്ക് അറിയത്തില്ലെങ്കിൽ എടാ പറയടാ നീ പറയടാന്ന് പറയത്തില്ലേ, ആ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇവന്മാരിന്ന് കാണാൻ പറ്റിയത്. അവനാണ് മെയിൻ. അതെ, അവൻ ഞാൻ പറയണോ ഇനി നൈസിന് ഇവനെ ഇട്ട് കൊടുത്തിട്ടൊക്കെ വിട്ടായിരുന്നു. അതെ. അപ്പം ഇനി എന്തൊക്കെയാ മത്സരങ്ങളുള്ള? തായമ്പകയുണ്ട്. അപ്പൊ എത്ര കാലമായിട്ട് ഇത് പഠിക്കുന്നു? ഞാൻ 6 വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട്. 6 വർഷം കൊണ്ട് പഠിക്കുന്നു. കഴിഞ്ഞ 3 വർഷം സംസ്ഥാന കലോത്സവം പങ്കെടുത്ത് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇത്തവണ എ ഗ്രേഡ് ഉണ്ട്. +2 അല്ലേ? +2 കഴിഞ്ഞില്ലേ? സംസ്ഥാന കലോത്സവത്തിൽ ഇനി ഇല്ല, കാണത്തില്ല. ഇനി അടുത്ത കൊല്ലം യൂണിവേഴ്സിറ്റി കലോത്സവം അതിൽ പിടിക്കും. അപ്പം തൃശ്ശൂർ പൂരത്തിന് വരണേ. പ്രത്യേകം ടീമിനെ ഞാൻ പറയാം. അതെ, ഒരു ടീം വരുന്നുണ്ടെന്ന് കൊല്ലത്തുനിന്ന്. ഒരു 1 ടീം എ ഗ്രേഡ് അടിച്ച ഒരു ടീം ഇവിടുന്ന് വരുന്നുണ്ട്. ഇതേപോലെ ഒരു ഉഷാറിൽ ഞങ്ങൾ ചോദിക്കുക, കൊല്ലം കപ്പ് തൂക്കുവോ? ഇച്ചിരി കൂടെ എനർജി പറയാം എല്ലാരും കൂടെ. അതെന്താണെന്നറിയോ? ഉറപ്പുള്ള കാര്യമാണ്. എന്തിനാണ് ചോദിക്കുന്നത്? അപ്പം കൊല്ലത്തിന് കപ്പും കൊണ്ടേ പോകാവൂ. ഭക്ഷണം കഴിക്കണേ. ശരി, അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, താങ്ക് യു. അതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വിശേഷങ്ങൾ. നീ അടുത്തത് ആരാ? അടുത്ത ടീം ഗ്രൂപ്പ് സോങ് ആണോ? ഗ്രൂപ്പ് സോങ്